ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് എൻ്റെ തോട്ടത്തിലെ തക്കാളിയാണ്. പല ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾ തക്കാളി കൃഷി ചെയ്തു, പക്ഷെ തക്കാളികളൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. നമ്മൾ ഈ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരു ജൂൺ ജൂലൈ മാസത്തിലൊന്നും തക്കാളി ചെടി നടരുത്. ഒരു ഓഗസ്റ്റോട് കൂടി ഈ ചെടി നടുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ചെടി നട്ട് ഒരു ജനുവരിയോട് കൂടി അതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭയങ്കര ചൂടായിരിക്കും. ഈ ജനുവരി കഴിഞ്ഞാൽ ആ ചൂടത്ത് ഇതുമ്പോൾ പൂക്കളൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല മഴ സമയത്തും ഇതുമ്പോൾ പൂക്കളൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ജൂൺ ജൂലൈ മാസമൊക്കെ കഴിഞ്ഞ് ഒരു ഓഗസ്റ്റോട് കൂടി ഇത് തൈകൾ നടുക. എന്നിട്ട് വിളവെടുപ്പ് ഒരു ജനുവരിക്ക് മുമ്പായിട്ട് കഴിഞ്ഞിരിക്കണം. ഈ ഒരു തക്കാളി ചെടിയുടെ ഏകദേശം ആയുസ് എന്ന് പറയുന്നത് ഒരു 120 ദിവസമൊക്കെയാണ്. തക്കാളി കൃഷിക്ക് ആവശ്യമായ തൈകൾ ചില നഴ്സറികളിൽ നിന്നൊക്കെ ട്രയലൊക്കെ കിട്ടും. അങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് നടാം. അത് വാങ്ങാൻ കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി എടുക്കുക. അതിൽ നല്ല ചുവന്ന നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തിട്ട് ഏത് ചട്ടിയിലാണോ വളർത്തേണ്ടത് ചട്ടി, ആ ചട്ടിയിൽ നമ്മൾ സ്ലൈസായിട്ട് അരിയുക. കുരുയോട് കൂടിയിട്ടുള്ള ഭാഗം തന്നെ സ്ലൈസുകളായിട്ട് അരിഞ്ഞതിന് ശേഷം അത് നിരത്തി വെച്ചിട്ട് ലേശം മണ്ണിട്ടിട്ട് മൂടുക. എന്നിട്ട് ഡെയിലി വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മുളയ്ക്കും. നമ്മളിപ്പോൾ സ്ലൈസായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെ കുരുകൾ മാത്രം ഒരു ടീസ്പൂണിൽ ചുരണ്ടി എടുത്തിട്ട് വെച്ചാലും അത് മുളയ്ക്കും. നമ്മൾ നട്ട തക്കാളിക്ക് വളമായിട്ട് ചാണകം, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, കുമ്മായം എന്നിവയൊക്കെ ചേർക്കാം. പച്ചിലകൾ ഇട്ട് മൂടുന്നതും ഒക്കെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശീമക്കൊന്ന് കിട്ടുമെങ്കിൽ അതിട്ട് മൂടുന്നതാണ് നല്ലത്. പിന്നെ ഇടയ്ക്ക് അതൊരു മാസത്തിലോ ഒക്കെ എല്ലുപൊടി ചേർക്കുന്നത് നല്ലതാണ്. ഈ എല്ലുപൊടി ചെടിയുടെ വളർച്ചയ്ക്കും കായ പിടിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു ഗ്രോ ബാഗിൽ ചട്ടിയിലൊക്കെ നടുന്നവരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വളങ്ങളല്ല, ഏതെങ്കിലും ഒരു വളം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചട്ടിയിൽ ഓരോ പിടിയൊക്കെ ഇടുക. അതാണ് നല്ലത്. മണ്ണിലാണെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ചേർത്താൽ മതി. പിന്നെ ഈ ഒരു തക്കാളിക്ക് വരുന്ന മെയിൻ ഒരു രോഗമാണ് ഈ വാട്ട രോഗം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് തെളിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ തക്കാളി ചെടിക്ക് വളർച്ചയ്ക്കും കായ പിടിക്കാനൊക്കെ ചേർക്കുന്ന വേറൊരു വളമാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. അത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 5 ml ഒരു 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് നമ്മൾ ചെടിയുടെ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്യുക. പിന്നെ ഈ ഒരു തക്കാളി ചെടിക്ക് മെയിനായിട്ട് വരുന്നൊരു അറ്റാക്ക് എന്ന് പറയുന്നത് വെള്ള ഈച്ചയുടെ ശല്യമാണ്. ഈ വെള്ള ഈച്ചയുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം ഈ ഇലകളിൽ കൂടി സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഈ ഗാർഡൻ ഹോസുമ്മയൊക്കെ നമുക്കൊരു സ്പ്രേയറൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് പിടിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഇതിൻ്റെ അറ്റാക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പുകല കഷായം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ പുകല കഷായത്തിൽ പുകല, വെളുത്തുള്ളി, പിന്നെ കുറച്ച് നീം ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കക്കന വേപ്പിൻ്റെ ഓയിൽ, അതൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ ചേർത്തിട്ടൊരു മിശ്രിതം തയ്യാറാക്കി വെച്ചതിന് ശേഷം അത് ഒരു 5-10 ദിവസം കൂടുമ്പോൾ തെളിക്കുകയാണ് ഞാൻ ചെയ്യാറ്. അത് സ്പ്രേ ചെയ്യുക. ഇലകളുമൊക്കെ അടിഭാഗത്തും മോൾ ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുവിധം അറ്റാക്കുകളൊക്കെ ഈ ഒരു പുകല കഷായത്തിൽ കുറഞ്ഞായിട്ട് കാണാം. പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ അടുത്ത് മഞ്ഞക്കണിയൊക്കെ വയ്ക്കാം. മഞ്ഞക്കണി ഒരു മഞ്ഞ കളറിലുള്ള ഒരു ഇതുമ്മ നമ്മൾ അവണക്കെണ്ണ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളീച്ചയും അതേമാതിരി തല അറ്റാക്ക് ചെയ്യുന്ന പ്രാണികളൊക്കെ ആകുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും. അതും ആണെങ്കിൽ നമുക്ക് ഈ അറ്റാക്കുകളൊക്കെ ഒരുവിധം കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് ഈ തക്കാളിക്ക് വളമായിട്ട് അടുക്കളയിലത്തെ വേസ്റ്റൊക്കെ ഇടാം. പിന്നെ നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ കഴുകിയ വെള്ളമൊക്കെ ഇതിൻ്റെ താഴെ ഒഴിക്കുക. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു തക്കാളി എന്ന് പറയുന്നത് പടരുന്നൊരു ചെടിയാണ്. അപ്പോൾ നമ്മൾ പടർത്തി വിടണം. നിലത്ത് കിടത്തി പടർത്തിയൊന്നും വിളവെടുക്കാൻ നോക്കരുത്. അപ്പോൾ അതൊരു തക്കാളി ചീയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ തക്കാളി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തും വൈകിട്ടും ഈ തക്കാളി ചെടി നനയ്ക്കണം. നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചെടി വാടുന്നത് കാണാറുണ്ട്. അപ്പോൾ കാലത്തും വൈകുന്നേരം നനയ്ക്കണം. നമ്മൾ
ഉച്ചയ്ക്കൊക്കെ നല്ല വാട്ടം വരും. വാടി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തക്കാളിയുടെ ഈ പൂവുകളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാടാതെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലത്തും വൈകുന്നേരവും നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വീട്ടിലൊക്കെ ചെറിയ രീതിയിലൊക്കെ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ വീട്ടിൽ ഈ ഒരു ചെടി 5-10 ചെടിയൊക്കെ വെച്ച് പിടിക്കുമ്പോൾ കൂടുതൽ വളത്തിനും കാര്യങ്ങൾക്കൊന്നും വേണ്ടി കാശ് ചിലവാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വീട്ടിലത്തെ വേസ്റ്റും അതേമാതിരത്തുള്ള ചെറിയ വളങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.